ആദ്യം പാർവതി ഇത് എങ്ങനെ കാണുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനെ? വളരെ പെട്ടെന്ന് കേരള പോലീസിന് ഇടപെടാൻ ഇക്കാര്യത്തിൽ കഴിഞ്ഞിരുന്നു. പ്രതീക്ഷയ്ക്കും അപ്പുറമായി കാര്യങ്ങൾ സംഭവിച്ചോ എന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന്? എന്നോടാണോ? അതെ അതെ. വളരെ പെട്ടെന്ന് തന്നെ കേരള പോലീസ് ഇതിൽ ഒരു നടപടിയെടുത്തു. അത് പൊതു സമൂഹത്തിന് അത്ഭുതം ഉളവാക്കുന്നതായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരും ഇന്നലെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പരാതി കൊടുക്കാമെന്നല്ലാതെ ഇതിനൊരു നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അത്രയും കൊമ്പത്തിരിക്കുന്ന അത്രയും വലിയ ആൾക്കെതിരെയൊന്നും ഇവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു അറസ്റ്റും ഒരു അന്വേഷണവും ഉണ്ടായി എന്ന് പറയുന്നത് ഒരു പലർക്കും അത് വേണമെങ്കിൽ ഒരു പാഠമാകാം. കാരണം അങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിച്ചാൽ അത് കേരളം വളരെ ഗൗരവമായാണ് കാണുന്നതെന്നൊരു സന്ദേശം ഈ അറസ്റ്റിലൂടെ കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിവിടെ ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരും പറഞ്ഞ കാര്യം എന്ന് പറയുന്ന ഒരു തമാശയായിട്ട് പറയുകയായിരുന്നു എന്നാണ്. പിന്നെ അതിന് കുറെ വിശദീകരണങ്ങൾ നൽകിയപ്പോൾ അതിനപ്പുറമുള്ള അധിക്ഷേപങ്ങൾ കടന്നു വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ സഹായകരമായ കുറേയേറെ ഫാൻസുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഉള്ളത് അത് ഇത്തരത്തിലുള്ള അധിക്ഷേപത്തിന് സഹായകരമായി തന്നെ വരികയാണല്ലോ. അപ്പോൾ ഇത് ഒരു പാഠഭാഗം എന്ന് പറയുമ്പോൾ പോലും ആവർത്തിക്കുവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പറയുന്ന ഈ ബോബി ചെമ്മണ്ണൂർ തന്നെ വെളിയിൽ വന്നാൽ പോലും അദ്ദേഹം വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുവാനാണ് സാധ്യത, അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട്. സംശയമില്ല. അതായത് പിന്നെ നർമ്മത്തിന്റെ ഒരു നമ്മളതിന്റെ ഹിസ്റ്ററി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 80% തമാശകളും സ്ത്രീകളെ ഹാസ്യമാക്കിയോ പുച്ഛിച്ചോ ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ടോ ഒക്കെയാണ് തമാശകൾ നമ്മൾ ആസ്വദിക്കാറുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ശീലവും അതാണ്. അപ്പോൾ ഒരുപാട് വർഷം കൊണ്ട് മലയാളികളുടെ മറ്റുള്ളവരുടെ ശരീരത്തെയോ സ്ത്രീകളുടെ ശരീരത്തെയോ കുറിച്ചുള്ള തമാശകളാണ് നമ്മൾ തമാശകളായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു പൊതുസമൂഹത്തിൽ പറയുമ്പോൾ പൊതുസമൂഹത്തിൽ ആ തമാശ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ആക്രമിക്കാൻ വേണ്ടി ഒരാളെ ഇട്ടുകൊടുക്കുന്നതാണ് ഇവിടെ കുറ്റകൃത്യമായി മാറുന്നത്, അല്ലേ? തമാശ എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിലെ സ്വകാര്യമായിട്ടിരുന്ന് പറയുന്ന തമാശയല്ല, ഒരു വേദിയിൽ പറഞ്ഞുകൊണ്ട്. അതും എന്താണ് പറഞ്ഞത്? കുന്തി ദേവി യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടർ. അപ്പൊ അവരൊരു ഭക്തയായ ഒരു സ്ത്രീയാണ്, 5 മക്കളുടെ അമ്മയും അങ്ങനെയൊക്കെയാണ് അവരെ കുറിച്ച് കാണുന്നത്. അപ്പൊ അവരുടെ കുന്തിദേവിയുടെ സ്വഭാവത്തിലെയോ കുന്തിദേവിയുടെ പിന്നെ ആ കഥാപാത്രത്തിന്റെ പ്രത്യേകതകളൊന്നും ഹണി റോസിനില്ല. പിന്നെന്താണ് ഉള്ളത്? മഹാഭാരതം ഒരു സീരിയലായി എടുത്തപ്പോൾ ആ അഭിനയിച്ച നടിയുടെ പ്രത്യേകത ഹണിക്കുണ്ട് എന്ന്. അത് എങ്ങനെ? അപ്പൊ അതെന്താണ് പ്രത്യേകത? ശരീരത്തിന്റെ പ്രത്യേകത. അതിന് ദ്വയാർത്ഥം പോലും ഇല്ല, അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് ഹേ എന്ന് കൂവിച്ച് കൈയടിപ്പിച്ച് അങ്ങനെ ഒരു മാർക്കറ്റിംഗ്, അങ്ങനെ ഒരു അത് ആഘോഷിക്കുന്ന, അത് രസിക്കുന്ന, അതിൻ്റെ ആഹ്ലാദപരതയിൽ ആനന്ദിച്ച് തിമിർക്കുന്ന ഒരു കേരളമാണോ നമുക്ക് ഭാവിയിൽ വേണ്ടത്? നമ്മളെല്ലാവരും കൂടി എടുക്കേണ്ട തീരുമാനമാണ്. അതിന്റെ എല്ലാ അതിരുകളും കടന്നു പോവുകയും ചെയ്തുവല്ലോ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ അധിക്ഷേപ വാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തുന്നത്. പക്ഷെ അതിനെല്ലാം ഈ ഫാൻസുകളുടെ പിന്തുണയാണ് ബോബിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ബോച്ചെ എന്ന് സ്വയം വർണ്ണിച്ചുകൊണ്ട് നടത്തുന്ന ആ ഒരു പ്രയോഗങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. മഞ്ജുഷ വാഹനം എത്തുന്നു എന്നതാണ്. ഇതിൽ ആരാണ് ഫാൻസ് അല്ലാത്തതെന്ന് ശരി, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിരിക്കുകയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. രാവിലെ വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. 12 മണിയോടുകൂടി വയനാട്ടിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ വയനാട്ടിൽ നിന്നുള്ള പോലീസ് സംഘടന മഞ്ജുഷ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. ബോബി ചെമ്മണ്ണൂർ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഇപ്പോൾ ഏതാണ്ട് 8 മണിക്കൂറിലേറെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ കൊച്ചി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. രാവിലെ വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് കേരള പോലീസ്. അവിടെ നിന്ന് യാത്ര തുടങ്ങിയത്
ഏകദേശം 12 മണിയോട് കൂടിയാണ്. അല്പസമയം മുമ്പാണ് കൊച്ചി നഗരത്തിലെത്തിയത്. ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പോലീസ് ജീപ്പിലാണ് വയനാട്ടിൽ നിന്ന് എറണാകുളം വരെയുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ യാത്ര. മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കവെയാണ് ബോബിക്ക് മേൽ പോലീസിന്റെ പിടി വീണത്. വയനാട്ടിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. തന്റെ റിസോർട്ടിലായിരുന്നു ബോച്ചെ ഉണ്ടായിരുന്നത്. പോലീസ് അവിടെ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. ആഡംബര കാറിലായിരുന്നു വയനാട്ടിലെ തന്റെ റിസോർട്ടിൽ ബോബി ചെമ്മണ്ണൂർ എത്തിയത്. അവിടെ നിന്ന് സ്വന്തം കാറിൽ കൊച്ചിയിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പോലീസ് അത് സമ്മതിച്ചില്ല. കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റുകയായിരുന്നു. ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറക്കുകയാണ് ബോബിയെ. കൊണ്ടുപോകുമെന്നാണ് പോലീസ് കേസെടുത്തിരുന്നത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ ഒരു ജനക്കൂട്ടമാണ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. വലിയ ആൾക്കൂട്ടമാണുള്ളത്. മാധ്യമപ്രവർത്തകരുടെ വലിയ നിരയും സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഒരു കാറിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ ആദ്യം കൊണ്ടുവന്നിരുന്നത്. പുത്തൂർ വയലിലെ ജില്ലാ പോലീസ് ക്യാമ്പിൽ, വയനാട് പോലീസ് ക്യാമ്പിലേക്കായിരുന്നു ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ കാറിന്റെ പിൻസീറ്റിൽ ബോബി ചെമ്മണ്ണൂർ ഇരിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ നൽകിയിരുന്നു. അതിനുശേഷം ക്യാമ്പിലേക്ക് മാറ്റിയതിന് പിന്നാലെ പോലീസ് ജീപ്പിലാണ് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊച്ചിയിൽ അല്പസമയത്തിന് മുമ്പ് എത്തിച്ചു. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യും. അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും. അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കുക. വയനാട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുവാനുള്ള ഒരു പദ്ധതിയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇട്ടിരുന്നത്. കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘവും വയനാട്ടിലെ എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ രാവിലെ കസ്റ്റഡിയിൽ എടുത്തത്. റിസോർട്ടിൽ വന്ന് അവിടെ നിന്ന് മുൻകൂർ ജാമ്യത്തിലുള്ള കാര്യങ്ങൾ നീക്കിയതിനു ശേഷം കോയമ്പത്തൂരിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു. കോയമ്പത്തൂരിൽ ജ്വല്ലറിയുടെ ഉദ്ഘാടനം ഇന്നായിരുന്നു നടക്കേണ്ടിയിരുന്നത്. ഇവിടേക്ക് പോകാനുള്ള യാത്രക്കിടയിലാണ് ബോബി പിടിയിലായത്. കസ്റ്റഡിയിലായിട്ടും കോയമ്പത്തൂർ ഉദ്ഘാടനം നടക്കുകയും ചെയ്തു. ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പോലീസിന്റെ നീക്കങ്ങളും വളരെ നിർണായകമാണ്. ജാമ്യമില്ലാ വകുപ്പുകളാണ് എങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാതിരിക്കുന്നതിനുള്ള അടുത്ത നടപടി എന്താണ് പോലീസ് ചെയ്യുക എന്നുള്ളതും അതിപ്രധാനമായ ഒരു കാര്യമാണ്. ബോച്ചെ റിസോർട്ടിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് കൊച്ചി പോലീസിന് വിവരം കിട്ടിയിരുന്നു. തുടർന്നാണ് വയനാട് പോലീസിനെ ഇക്കാര്യം അറിയിച്ചത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പരാതി നൽകിയതിന് പിന്നാലെ ഹണി റോസിനെ വിളിച്ച മുഖ്യമന്ത്രി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസിന്റെ ചടുലമായ നീക്കങ്ങൾ ഉണ്ടായതും അടുത്ത നിയമ പോരാട്ടത്തിലേക്ക് കടക്കുവാനായിട്ട് ബോബി ചെമ്മണ്ണൂരിന് അവസരം കിട്ടാതെ വന്നതും. മുഖ്യമന്ത്രിയുടെ ഇടപെടലോടുകൂടി നീക്കങ്ങൾ വളരെ പെട്ടെന്നായി. പോലീസിന്റെ ഒരു തരത്തിലുള്ള ഇളവുകളും ബോച്ചയ്ക്ക് നൽകേണ്ട എന്ന് തന്നെയായിരുന്നു സർക്കാർ തലത്തിലെടുത്തിരിക്കുന്ന തീരുമാനം. അതേ തുടർന്നാണ് ബോബി ചെമ്മണ്ണൂരിന് പോലീസിന് മുന്നിൽ പെടേണ്ടി വന്നത്, അങ്ങനെ കസ്റ്റഡിയിലാകേണ്ടി വന്നത്. ഡാനി, എന്താണ് മറ്റു വിവരങ്ങൾ നൽകുവാനുള്ളത്? ഇനി അടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തൽ നടപടി, വൈദ്യ പരിശോധന. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമോ? ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കുവാനുള്ള സാധ്യതയുണ്ടോ? മഞ്ജുഷ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എവിടേക്ക് എത്തിച്ചിരിക്കുന്നു. കാരണം ഒരു വലിയ തിരക്ക് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനകത്തേക്ക് പോലീസ് വളരെ പണിപ്പെട്ടാണ് ഇവിടേക്ക് ബോബി ചെമ്മണ്ണൂരിനെ അകത്തേക്ക് കയറ്റിയത്. ഇതിനുശേഷമുള്ള നടപടികൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. ഇതിനുശേഷമാണ്
അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിന് ഇത്തരം കാര്യങ്ങൾക്ക് അത് പോലീസ് കൃത്യമായി അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വൈദ്യ പരിശോധനയ്ക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകും. എന്നാൽ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കണമോ എന്ന കാര്യത്തിൽ പിന്നീടായിരിക്കും തീരുമാനിക്കുക. കാരണം നാളെ വരെയും മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കാനുള്ള ഒരു സമയം അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പിന്നീടായിരിക്കും തീരുമാനിക്കുക. മജിസ്ട്രേറ്റിന് മുൻപാകെ ഇന്ന് രാത്രി ഹാജരാക്കേണ്ടതില്ല എന്നാണ് പ്രാഥമികമായും തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ കോടതിയിലേക്കായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ശരി ഡാനി, എന്തായാലും ഇനി പോലീസിന്റെ നടപടിക്രമങ്ങൾ അത് അതിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും കേരള പോലീസിന് ഒരു നേട്ടത്തിന്റെ ദിവസമാണ് ഇന്ന്. കേരള പോലീസിനെ വിമർശിക്കുവാൻ ഇന്നത്തെ ദിവസം പറ്റുകയില്ല. കാരണം ഈ കേസിൽ വളരെ പെട്ടെന്ന് നീങ്ങുവാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇടപെടലും ഇക്കാര്യത്തിലുണ്ടായി. അത് ഹണി റോസ് തന്നെ പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കും തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നടി ഹണി റോസ്. ശ്രീ മാല പാർവതി, ഇപ്പോൾ ഇതൊരു നേട്ടമാണ് കേരള പോലീസിന്റെ, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതിനു മുൻപും കുറേയേറെ പരാതികൾ ഈ പറയുന്ന വ്യക്തിക്കെതിരെ വന്നിട്ടുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ വളരെ പെട്ടെന്ന് ഊരിപ്പോരുവാനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിലും ഒരു പാഠമാകുന്ന ഒരു അറസ്റ്റ്, അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ വകുപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ? ശ്രീമതി പാർവതി, കേൾക്കാമോ? കേൾക്കാൻ പറ്റിയില്ല. എന്തായിരുന്നു ഞാൻ ചോദിച്ചത്? എന്താണെന്ന് വെച്ചാൽ ഇതിനു മുൻപും പരാതികൾ വന്നിട്ടുണ്ട്, ഒന്നോ രണ്ടോ പരാതികളൊക്കെ വന്നിട്ടുണ്ട്. പലരും പരാതി കൊടുക്കുവാൻ മടിക്കുകയാണ് ഈ വ്യക്തിക്കെതിരെ. കാരണം അവിടെ ഒരു പണത്തിന്റെ ഒക്കെ ഒരു ഹുങ്കുണ്ടല്ലോ, അത് വെച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പരാതി കൊടുക്കാൻ മടിക്കുകയായിരുന്നു. ചില പരാതികളൊക്കെ അവിടെ ഇവിടെയും വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ വളരെ പെട്ടെന്ന് ഊരിപ്പോരുവാനും കഴിഞ്ഞിട്ടുമുണ്ട്. ഇതും ഒരു പാഠമാകുന്ന അറസ്റ്റ് നൽകുവാൻ കഴിഞ്ഞു ഹണി റോസിന്റെ ഈ പോരാട്ടത്തിലൂടെ എന്നല്ലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു വലിയ രീതിയിലുള്ള നിയമ നടപടിയൊക്കെ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ നമുക്കിപ്പോൾ കരുതാൻ പറ്റുമോ? എന്തായാലും ഒരു പാഠമാണിത്, അല്ലേ? അല്ല, ഇതൊരു നമുക്കൊരു ഇപ്പൊ അറസ്റ്റ് ചെയ്ത് എത്ര നാൾ ജയിലിടും അതിന്റെ ശിക്ഷാ നടപടി എന്നുള്ളതല്ല. ഇത് കേരള സമൂഹത്തിന് ആകെ തന്നെ ഒരു നിലപാടിന്റെ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഒരു പ്രതിരോധം ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു സൂചന കൊടുത്തില്ലേ? അത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ഇവിടെ എന്താ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പണ്ട് നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടി ഡൽഹിയിൽ മരിച്ചു വീണപ്പോൾ, അല്ലെങ്കിൽ അതിനെ ക്രൂരമായി അതിന്റെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിലൊക്കെ കമ്പി മറ്റുമൊക്കെ കുത്തിക്കയറ്റി ജാക്കി കുത്തി അതിനെ മൃഗീയമായി കൊല ചെയ്തപ്പോൾ ആ കൊലയല്ല ആൾക്കാർക്ക് പ്രാധാന്യം ഉള്ളതായിട്ട് തോന്നിയത്. പ്രധാനപ്പെട്ടതായി തോന്നിയത് ആ കുട്ടി രാത്രി ഇറങ്ങി നടന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് കുറച്ചും കൂടെ ശക്തമായി ഉയർന്നു കേട്ടത്. അത് കൊലപാതകിയുടെയും അല്ലാതെ വെളിയിൽ നിന്ന് പറഞ്ഞവരുടെയും ശബ്ദം ഏതാണ്ട് ഒരേപോലെയാണ് നമ്മൾക്കെല്ലാം കാതിൽ മുഴങ്ങിയത്. വലിയ ശബ്ദമുയർത്തിയതിന്റെ, വലിയ ബഹളം, വലിയ പോരാട്ടം, വലിയ പ്രതിരോധം ഉണ്ടായതിന്റെ പേരിലാണ് വർമ്മ കമ്മീഷൻ ഉണ്ടായതും ഇന്ന് ഈ നമ്മളെ കാണുന്ന പല പല നിയമങ്ങൾ ഉണ്ടായി വന്നതും. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഈ പ്രതിരോധം അവിടെ ഉണ്ടാകുമ്പോഴും വലിയ ചെറുത്തുനിൽപ്പ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. സംസാരിക്കേണ്ടത് ആര്, ഏത് തരത്തിൽ പെരുമാറിയവർക്ക് പരാതി കൊടുക്കാം, ഏത് വസ്ത്രധാരണം നടത്തിയവർക്ക് പരാതി കൊടുക്കാം എന്നൊക്കെയുള്ള 100 ചോദ്യങ്ങൾ നടക്കുമ്പോഴാണ് തന്റെ നിലപാട്, എന്റെ വസ്ത്രം, എന്റെ സ്വാതന്ത്ര്യം, എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അൺഅപ്പോളജറ്റിക് ആയിട്ട് നമ്മുടെ നിയമസംഹിതയെ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ഒരു വയലേറ്റഡ് ആണെന്ന് തോന്നിയ മൊമെന്റിനെ കുറിച്ച് ഒരു പരാതി കൊടുത്തത്. അതിനെ നമ്മുടെ കേരള പോലീസും ഭരണകക്ഷിയും നമ്മുടെ നിയമ സംവിധാനവും ആ കുട്ടിയോടൊപ്പം നിന്നു എന്ന് പറയുന്നത് വലിയ ശക്തിയാണ്. കാരണം ഈ കാലം ചെറുപ്പക്കാരുടെ കാലമാണ് വരാൻ പോകുന്നത്. സാരി ഉടുത്ത് തല താഴ്ത്തി നിന്നിരുന്ന കാലം പോയി. ചെറുപ്പക്കാര് അവരുടെ സ്വാതന്ത്ര്യത്തിൽ വേഷമിടും. അവര് ചിലപ്പോ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് വരും, അവര് ചിലപ്പോ സ്കേർട്ട്സ് ഇട്ടുകൊണ്ട് പുറത്തു പോയി എന്ന് വരും, അവര് സ്ലീവ്ലെസ് ഇട്ടുന്ന് വരും, അവര് ഓഫ് ഷോൾഡർ ഡ്രസ് ഇട്ടുന്ന് വരും. കാരണം ഈ ലോകം തന്നെ വളരെ ചുരുങ്ങി. വസ്ത്രം കിട്ടുന്ന ഓൺലൈൻ വഴിയൊക്കെ വസ്ത്രം വാങ്ങുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും തന്നെ നിങ്ങളുടെ ശരീരം പുറത്തു കൊണ്ടുപോയതുകൊണ്ട് നിങ്ങൾക്കൊരു വയലേഷൻ ഉണ്ടായാൽ നിങ്ങൾ പരാതിപ്പെടാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കി വെക്കാൻ പാടില്ല. പക്ഷെ ഇവിടെയും ബോച്ചെ ഫാൻസ് ഇപ്പോഴും ആമാദിക്കുകയാണ് പാർവതി. ബോച്ചെ ഫാൻസ് ഇപ്പോഴും പറയുന്നത് ആ നടി ആ രീതിയിൽ വസ്ത്രധാരണം നടത്തിക്കൊണ്ട് വന്നത് അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നാണ്
താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അതും അത്തരത്തിലുള്ള കമന്റുകളും പിന്തുണകളും ഒക്കെ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിർഭയയുടെ കാര്യത്തിൽ ആ കുട്ടി അതിക്രൂരമായി ദാരുണമായി ആക്രമിക്കപ്പെട്ട് മരിക്കാൻ കിടന്നപ്പോഴും ഈ ചോദ്യമാണ് നമ്മൾ കൂടുതൽ ഉയർന്നു കേട്ടത്, എന്തിനവർ രാത്രി ഇറങ്ങി എന്നുള്ള ചോദ്യം. അപ്പൊ ഈ ചോദ്യം നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുക തന്നെ വേണം. പക്ഷെ നിയമത്തിന്റെ ഇടപെടൽ വരുമ്പോഴാണ് ഈ ശബ്ദങ്ങളുടെ ശക്തി കുറയുന്നത്. അപ്പൊ ആ നിയമത്തിന്റെ ഇടപെടലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതാണ് വലിയ പ്രതിരോധമെന്ന് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ രാഹുൽ